നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഡാഷ് മോനെ പരാമർശമാണ്. ഏതായാലും ഒരു ദിവസം ശേഷിക്കെ വലിയ രീതിയിൽ തന്നെ ഇത് പല പോസ്റ്റുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പലരും ഇത് വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പോമോനെ വിജയ പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ് മോനെ രേവന്ത മറുപടിയും വലിയ വിവാദമാവുകയാണ്. മുഖ്യമന്ത്രിയെ അപമാനിച്ച രേവന്ത് റെഡ്ഡിക്കെതിരെ CPM അണികളും പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ രേവന്ത് റെഡ്ഡിയുടെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് CPM നേതാവ് MV നികേഷ് കുമാർ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പല CPM സഖാക്കളും ഇത് ഏറ്റുപിടിച്ചതോടെ MV നികേഷ് കുമാർ നടത്തിയ പ്രതികരണവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ നികേഷ് കുമാറിനെ ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ലെന്നാണ് ദീപ്തി മേരിയുടെ മറുപടി പോസ്റ്റ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവിടെ തകൃതിയായി തന്നെ നടക്കുകയാണ്. ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MV നികേഷ് കുമാറിനോടാണ്. CPM പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിന്റെ പിതാവായിട്ട് വരും സാക്ഷാൽ MV രാഘവൻ. അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജീവൻ രക്ഷിച്ചുകൊണ്ട് MLAയും മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അന്ന് CPMനെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തരത്തിൽ പോയി കളിക്ക് നികേഷേ എന്നാണ് ദീപ്തി പങ്കുവെച്ച പോസ്റ്റ്. ഏതായാലും നിരവധി ആളുകളാണ് ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഷെയർ ചെയ്യുകയും താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കുറച്ച് കമൻറ്റുകൾ അതിന് താഴെ വന്നിട്ടുള്ളത് വായിക്കാം. അന്ന് K. സുധാകരൻ എന്ന നേതാവില്ലായിരുന്നുവെങ്കിൽ, കോൺഗ്രസ് എന്നൊരു പാർട്ടി സംരക്ഷണം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ കിണറേഷിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. ഇതാണ് ഒരു കമൻറ്റ്. മറ്റൊരു കമൻറ്റ്: മിക്കവാറും ഇവൻ്റെ പരിപ്പ് മെയ് 4-ന് കമ്മികൾ എടുക്കും. മാന്യമായി തോൽക്കാൽ നിന്നവരെ കൊണ്ടുപോയി കൂട്ടത്തോടെ ഇവൻ ചാടിയ പൊട്ടക്കിണറ്റിൽ കൊണ്ട് കുഴിച്ചു മൂടിയതിന്. മറ്റൊരു കമൻറ്റ്: കിണറേഷിൻ്റെ വയറ്റിപ്പിഴപ്പാണ്, കിണറ്റിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം അറിയാൻ കിണറ്റിലിറങ്ങിയവനാ, മാധ്യമ അഡ്വൈസർ പുള്ളിയാ, എന്തേലും കാട്ടിക്കൂട്ടണ്ടേ, സ്വന്തം അച്ഛൻ്റെ കഴുത്തിൽ ചെരുപ്പുമാല അണിയിച്ച് പഴയങ്ങാടി പട്ടണത്തിലൂടെ നടത്തിച്ച് അവസാനം നികേഷിൻ്റെ അച്ഛൻ്റെ പരിപ്പെടുത്ത പാർട്ടിയുടെ പേരാണ് CPM. നികേഷ് മറന്നുപോയോ? ഇതാണ് ഒരു കമൻറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രചാരണത്തിന് വന്ന മറ്റ് സംസ്ഥാന ദേശീയ നേതാക്കളിൽ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. 10 വർഷമായി ധാർഷ്ട്യത്തിലും മുഷ്കിലും കേരളം ഭരിച്ചു മുടിച്ച് കടക്കിണിയിലാക്കിയ പിണറായി ഈ തെരഞ്ഞെടുപ്പോടെ ഭരണം നിർത്തിക്കൊള്ളാൻ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞെന്ന് മാത്രം. അത് സൂപ്പർ ഹിറ്റായതോടെ ചീത്തവിളിയുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ. ഇതൊക്കെയാണ് കമൻറ്റുകൾ പോകുന്നത്. ഏതായാലും നികേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ടും നികേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ ചരിത്രം ചികഞ്ഞെടുത്തുകൊണ്ടുമാണ് പലരും കമൻറ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി നികേഷ് കുമാർ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രേവന്ത് റെഡ്ഡി. കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ലാവിഷായി പണം ഇറക്കിയത് ഇയാളാണ്. അഴിമതി പണമാണ്, സർക്കാർ പദ്ധതികളിൽ നിന്ന് കട്ട പണം. അതിൻ്റെ അഹങ്കാരം രേവന്തിൻ്റെ വാക്കുകളിൽ കാണാം. നീ എന്നും പോ മോനെ എന്നും 80 കഴിഞ്ഞ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി വിളിക്കാനുള്ള ഔദ്ധിത്യം രേവന്തിന് എങ്ങനെ ഉണ്ടായി? നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പഴയ ആന്ധ്രാപ്രദേശ് ABVP സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നുകളയുമെന്നാണോ? 2 വട്ടം കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPIM എന്ന പാർട്ടിയെ കേരളത്തിൽ 17 കൊല്ലം നയിച്ച ആളാണ്. 4 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒന്നാം നിര നേതൃത്വമാണ്. 80 കടന്ന മനുഷ്യനാണ്. ഇത്രയും തലപ്പൊക്കമുള്ള മറ്റാരും കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയമായി പിണറായിയോട് വിയോജിപ്പുള്ളവരുണ്ട്. ജനാധിപത്യത്തിൽ സാധാരണമാണത്. അപ്പോഴും പ്രണയത്തിലും കോവിഡിലും നിപ്പയിലും ഓക്കിയിലും കേരളം ചലിച്ചത് ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അത് ആ മനുഷ്യൻ്റെ രീതിയാണ്.
ഡീറ്റെയിൽസ് പരിധി പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റിന് പ്രായം കൂടുതലുള്ളതുകൊണ്ട് രഹസ്യമായും പരസ്യമായും കോൺഗ്രസ്സുകാർ ചില പേരുകൾ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ സംസ്കാരം. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അതൊക്കെയാകാം. കേരളത്തിൽ വേണ്ട, പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കും എന്നാണ് നികേഷ് കുമാറിൻ്റെ പോസ്റ്റ്. ഏതായാലും ഈ പോസ്റ്റും വൈറലാണ്. അതിലും നികേഷ് കുമാറിൻ്റെ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും പിണറായി വിജയൻ്റെ ഡാഷ് മോനെ പ്രയോഗത്തിലൊന്നും രേവന്ത് റെഡ്ഡിക്ക് കുലുക്കമില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പ്രചാരണത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ഇളക്കമുണ്ടാക്കിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ വിൻസെന്റിന് വേണ്ടി കോവളത്ത് നടത്തിയ റോഡ് ഷോയിൽ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ പോ മോനെ പിണറായി വിജയ. ആ മാസ് ഡയലോഗ് കേട്ട് ആർത്ത് വിളിച്ച് അടികളും. കോവളത്തെ ഇളക്കി മറിച്ചായിരുന്നു രേവന്ത് തന്റെ ഒരാഴ്ച നീണ്ട കേരളത്തിലെ പ്രചാരണ പരിപാടിക്ക് വിരാമമിട്ടത്. കാഞ്ഞിരംകുളത്ത് നിന്നാണ് റോഡ് ഷോ തുടങ്ങിയത്. തൊഴിലില്ലായ്മ രൂക്ഷമായ പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്നും റാലി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിലെത്തി ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതോടുകൂടി ഇവിടുത്തെ ജനജീവിത നിലവാരം മെച്ചപ്പെടും. തെലങ്കാന ഇതിന് മാതൃകയാണ്. പിണറായി വിജയന് വിധേയത്വം മോദിയോടും BJPയോടും മാത്രമാണ്. BJPക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന പിണറായിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നീ പോ മോനെ പിണറായി വിജയ എന്നാണ് രേവന്ത് വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പരാമർശം സോഷ്യൽ മീഡിയയിലടക്കം ഭയങ്കര ചൂട് പിടിച്ച ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്.